ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ ഈസ്റ്റർ തിരുനാളിൻ്റെ എല്ലാ ഭാവുകങ്ങളും നന്മകളും. ഹല്ലേലൂയ ഹല്ലേലൂയ. 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 യേശുവിൻ്റെ ഉത്ഥാന തിരുനാളിൻ്റെ സന്തോഷം എല്ലാ ഭവനങ്ങളിലേക്കും നിറയട്ടെ. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത സാന്നിധ്യം വഴി ഒരു കുടുംബത്തിലുണ്ടായ പ്രകടമായ ഒരു വ്യത്യാസം, ഒരു അത്ഭുതം നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് സിസി, ഞാൻ ചാലക്കുടിയിൽ നിന്ന് വരുന്നു. ചാലക്കുടിയിൽ നിന്നാണ് സിസിയും കുഞ്ഞിപ്പിള്ളേരും. ചാലക്കുടിയിലുള്ള ഇലഞ്ഞിപ്പറ സെൻറ്റ് ഫ്രാൻസിസ് അസീസി ചർച്ച് ഇടവകയാണ്. ഞങ്ങളിപ്പം പാലായിൽ, എൻ്റെ വീട് പാലായിലാണ്, ഹസ്ബൻഡിൻ്റെ വീട് ചാലക്കുടി. ഞങ്ങൾ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. അവർ ട്വിൻസാണ്. 22 വർഷമായിട്ട് ഞങ്ങൾ സൗദിയിലായിരുന്നു. 22 വർഷമായിട്ട് ഇവർ കുടുംബം സൗദിയിലായിരുന്നു. കഴിഞ്ഞ മാർച്ചിലാണ് ഞങ്ങൾ അവിടുന്ന് തീർത്തു പോകുന്നത്. ഹസ്ബൻഡ് ഇപ്പം ബഹ്റിനിലാണ്. നാളെ രാവിലത്തെ ഫ്ലൈറ്റിന് ഞങ്ങൾ പോകാനിരിക്കുകയാണ് ബഹ്റിന്, ഞാനും മക്കളും. എന്തായാലും അതിന് മുമ്പ് തലേദിവസം തന്നെ സാക്ഷ്യം പറഞ്ഞു പോകാൻ വേണ്ടി ഈശോടെ കൊടുന്നു. ഇവർക്ക് 5 വയസ്സുള്ളപ്പോൾ മുതൽ ഇവർക്ക് അലർജി എന്ന രോഗം ഉണ്ടായിരുന്നു. അലർജി എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വന്നാൽ അടുത്ത ആൾക്കും വരും, 2 പേർക്കും ഒരുപോലെ. ആദ്യമൊന്നും അത്ര നമ്മൾ കാര്യമാക്കിയില്ല, മുഖത്ത് ഇങ്ങനെ ഒരു സൈഡൊക്കെ ഇങ്ങനെ വീർത്തു വരുമായിരുന്നു. അപ്പം ഞങ്ങൾ ഓർത്ത് കിടന്നെണീറ്റ് എന്തെങ്കിലും കടിച്ചിട്ടായിരിക്കുമെന്ന് വിചാരിച്ച് ആദ്യത്തെ കുറേ പ്രാവശ്യം അലർജിയുടെ മരുന്നൊക്കെ കൊടുത്ത് അങ്ങ് മാറി. അലർജിയുടെ മരുന്ന് കൊടുക്കുമ്പോൾ അതങ്ങ് മാറും. അത് കഴിഞ്ഞിട്ട് പിന്നെ ആയപ്പോഴത്തേനും അത് കൂടുതലായി. ചുണ്ട് ഇങ്ങനെ കംപ്ലീറ്റ് വീർത്തു വരും, ചുണ്ട് രണ്ടും മുഖം രണ്ടും വളരെ വികൃതമായിട്ട് തോന്നും കാണുമ്പം. അതുകൂടാതെ മൂത്രം ഒഴിക്കുന്ന സ്ഥലം, അവിടെ സോഫ്റ്റ് ടിഷ്യൂ ഉള്ള എവിടെയാണെങ്കിലും ഇങ്ങനെ വീർത്തു വരും. കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര വേദനയാണ്, കാരണം ഞരമ്പെല്ലാം കൂടെ ഇങ്ങനെ വികസിക്കുന്നതുകൊണ്ട് അവർക്ക് ഭയങ്കര വേദനയും അവർക്ക് തന്നെ കണ്ണാടി കാണുന്ന ഭയങ്കര പേടിയും. അത് കഴിഞ്ഞ് ഞങ്ങൾ പലയിടത്തും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർമാർ അലർജിയുടെ മരുന്ന് കൊടുക്കും. അപ്പം 7 ദിവസം കൊടുക്കുമ്പോഴത്തേനും അതങ്ങ് മാറും. പിന്നെ അപ്പം ഡോക്ടറോട് ഞങ്ങൾ ചോദിക്കും എന്താ ഇതിന് കാരണം. പല ടെസ്റ്റുകളും ചെയ്തു, ആർക്കും ഒന്നും അറിയില്ല. അപ്പോൾ അവർ തന്നെ പറഞ്ഞു സാരമില്ല, മരുന്ന് കൊടുക്കുമ്പോൾ മാറുന്നുണ്ടല്ലോ. പക്ഷേ ഇതിനൊരു റീസൺ കിട്ടാതെ ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടു. കുഞ്ഞുങ്ങൾക്ക് തന്നെ പേടിയാകും അവരെ കണ്ടു കഴിഞ്ഞാൽ. അതിന് ശേഷം ജദ്ദയിൽ തന്നെ പല ഹോസ്പിറ്റലിൽ കാണിച്ചു. നാട്ടിൽ വന്ന് വെക്കേഷന് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നാട്ടിൽ കാണിച്ചു. ആർക്കും അതിൻ്റെ യഥാർത്ഥ റീസൺ എന്താണെന്ന് മനസ്സിലായില്ല. ആദ്യമൊക്കെ ഒരു 2-3 മാസം കൂടുമ്പോഴായിരുന്നു വരുന്നത്. പക്ഷെ അതിനുശേഷം ഫ്രീക്വൻസി അടുത്തടുത്ത് വന്നു. 1 മാസത്തിലായി, പിന്നെ ആഴ്ചയിലായി. അപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ ഒക്കെ നമുക്ക് പേടിയാണ്, കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമോ, കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന്. ഈ ചുണ്ടയിൽ ഇങ്ങനെ വന്ന് അപ്പോൾ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു ഇത് വളരെ ശ്രദ്ധിക്കണം, കാരണം നാക്ക് വീർത്തിട്ടുണ്ടെങ്കിൽ നാക്ക് താഴോട്ട് ഇറങ്ങിപ്പോയി ശ്വാസം കിട്ടാതെ പോകും. അപ്പോൾ ഇവർക്ക് ഇതിൻ്റെ സ്റ്റാർട്ടിങ് തുടങ്ങുമ്പോഴേ ഞാനും എൻ്റെ ഹസ്ബൻഡും ഉറങ്ങാതിരിക്കും, കുഞ്ഞുങ്ങളെയും ഉറക്കയില്ല. ഞങ്ങൾ നാക്ക് നീട്ട് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളിരിക്കും. എന്നും പ്രാർത്ഥിച്ച് ഒരുപാട് പ്രാർത്ഥനകളും എല്ലാം നടത്തി. അത് കഴിഞ്ഞിട്ട് ജദ്ദയിലെ തന്നെ സുലൈമാൻ ഫക്കി ഹോസ്പിറ്റലിൽ ഇതിൻ്റെ അലർജിയുടെ സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഒരു അലർജിയുടെ ടെസ്റ്റ് നടത്താം. കംപ്ലീറ്റ് അലർജിയുടെ ടെസ്റ്റ് ഇത്ര എക്സ്പെൻസീവായിട്ട് ഞങ്ങൾ നടത്തി, കാരണം ഇതിൻ്റെ റീസൺ കണ്ടുപിടിക്കണമെന്ന് വിചാരിച്ച്. ആ റിസൾട്ട് വന്നപ്പോഴും അതിലും പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. പക്ഷേ ഫ്രീക്വൻസി എടുത്ത് ആഴ്ചയിൽ ഇങ്ങനെ കാണാൻ തുടങ്ങി. കുഞ്ഞുങ്ങൾക്ക് 7 ദിവസത്തെ മരുന്ന് കൊടുക്കും, പിന്നെ അതങ്ങ് മാറും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെയും വരും. അത് ചുണ്ടെല്ലാം ഇങ്ങനെ വിടർന്നിരിക്കും, മുഖം കണ്ണും എല്ലാം. കണ്ണ് ഉണ്ടെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു പ്രാവശ്യം കുഞ്ഞുങ്ങളിങ്ങനെ അലർജി തോന്നിയ പോലെ എനിക്ക് മനസ്സിൽ വന്നുകൊണ്ട് ഞാൻ ഡ്രൈവറിനെ വിളിച്ച് സ്കൂളിൽ നിന്ന് വരെ ഇവരെ തിരിച്ചു വരുത്തിച്ചു. ഞങ്ങൾ ഭയങ്കര വിഷമത്തിലായിരുന്നു. ഒരുപാട് പേരോട് നമ്മൾ ശരിക്കും ഈ അലർജി വന്നു കഴിയുമ്പോൾ ആകെ ഭീകരമല്ല. മുഖത്തേക്ക് നോക്കിയാൽ മനുഷ്യരും പോലും തോന്നുന്നത് ഇങ്ങനെ വീർത്ത്, കണ്ണും വീർത്ത്, ചുണ്ടൊക്കെ വീർത്ത്, നാവിലും ഉണ്ടാകുമായിരുന്നു അല്ലേ? നാവിൽ വന്നില്ല നമുക്ക്. അതായിരുന്നു ഏറ്റവും വലിയ പേടി. ഇതിന്റെ ഫോട്ടോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഡോക്ടർമാരെ കാണിക്കാൻ ചെല്ലുന്ന സമയത്ത് ഇല്ലെങ്കിലോ എന്ന് വിചാരിച്ച്. ലാസ്റ്റ് ചാലക്കുടിയിൽ ഒരു ഡോക്ടറെയും കാണിച്ചു. അവിടുന്ന് 1 മാസത്തിനല്ല 2 മാസത്തിന് മരുന്ന് അടുപ്പിച്ച് കഴിക്കാൻ പറഞ്ഞു. അതും കഴിച്ചു, എന്നിട്ടും ഒരു പ്രയോജനം ഉണ്ടായില്ല. അപ്പോഴാണ് ഞങ്ങൾ മൂത്ത ഒരു മോനും കൂടെ ഉണ്ട് എനിക്ക്. അന്ന് ആ മോൻ 10ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. അപ്പം ഞങ്ങളുടെ ടി വിയുടെ ഡിഷെല്ലാം പോയി കിടക്കുകയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഡിഷ് ഏതായാലും ഇപ്പം വെക്കണ്ട, മോൻ 10ലല്ലേ,
അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞു ശാലോമിൽ അഭിഷേകാഗ്നിയുടെ അച്ഛൻ്റെ അഭിഷേകാഗ്നി വരുന്നുണ്ട് 6 മണിക്ക്, സൗദി 6 മണിക്കാണ് വരുന്നത് സൺഡേയിൽ. സിസി അതൊന്ന് കണ്ടു നോക്ക്, എന്നിട്ട് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, അപ്പോൾ അതിന് ഒരുപാട് മാറ്റം വരും എന്ന് പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ആ ഡിഷ് വെച്ച് നമുക്ക് അഭിഷേകാഗ്നി കാണാം എന്ന് പറഞ്ഞാൽ അത് ശരിയാക്കി. ഞങ്ങൾ ഹസ്ബൻഡ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴത്തേനും 5:45, 6 ആകും. ഓടി എത്ര ട്രാഫിക് ആണെങ്കിലും ഓടി വരും. കുഞ്ഞുങ്ങൾ കിടക്കുന്ന സമയമായിരിക്കും അന്നേരം സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ അവരെയും ചാടി എണീപ്പിച്ച് ഞങ്ങൾ അഭിഷേകാഗ്നി സമയമാകുമ്പോഴത്തേനും ഞങ്ങൾ പായ വിരിച്ച് താഴെ ഇരിക്കും. ആ പള്ളിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പോലെ കരഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഈശോയെ വചന ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ തൊട്ട് പാവിരിച്ച് അവിടെ ഇരുന്ന് പള്ളിയിലിരുന്ന് വചനം, അതാണ് ഈശോ മിശിഹായിൽ നിന്ന് വചനം സ്വീകരിക്കുന്നത് മാതിരി അവർ കർത്താവിൻ്റെ സഭയിലെ വചനങ്ങൾ സ്വീകരിക്കാൻ തുടങ്ങി. കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ അവരും കരഞ്ഞു പ്രാർത്ഥിച്ചു, കരഞ്ഞ് അലറി നിലവിളിച്ച് അവരും പ്രാർത്ഥിച്ചു. അത് ദിവികാരനും എഴുന്നള്ളിച്ച് വെക്കുമ്പോൾ അതിൽ തൊട്ടിട്ട് കുഞ്ഞുങ്ങളും ഞങ്ങളും എല്ലാവരും കുഞ്ഞുങ്ങളെ മേലും മുഴുവൻ ഒഴിഞ്ഞു വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അന്ന് മുതൽ ഞാനിത് കാണാൻ തുടങ്ങി. അന്ന് മുതൽ ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ എൻ്റെ കുഞ്ഞുങ്ങളുടെ ഈ അസുഖം എടുത്ത് മാറ്റുവാണെങ്കിൽ ഞാൻ അഭിഷേകാഗ്നി എവിടെ നടക്കുന്നു അവിടെ ഞാൻ പോയി ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം, ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം എന്ന് ഞാൻ പറഞ്ഞു. അത് മുടങ്ങാതെ ഞങ്ങൾ 1 വർഷത്തോളം ഞങ്ങൾ അവിടെ നിന്ന് കണ്ടു. ഞങ്ങൾ അന്ന് സ്റ്റാർട്ട് ചെയ്ത് അന്ന് തൊട്ട് ഇന്ന് വരെ ഇപ്പൊ 2 വർഷമായി. ഇതേവരെ ആ കുഞ്ഞുങ്ങൾക്ക് ഞാൻ മരുന്ന് അലർജിയുടെ കൊടുത്തിട്ടില്ല. അന്ന് തൊട്ട് നിന്നു. അതെ അതെ. ഇവർ ഇത്രേ ക്രിട്ടിക്കലായ സമയത്ത് ഇവരോട് ഫ്രണ്ട്സ് പറഞ്ഞു, ദേ അഭിഷേകാഗ്നി ഉണ്ട്, ആ പഴയ ഡിഷെല്ലാം കൂടി എടുത്ത് വെച്ചിട്ട് ആ അഭിഷേകാഗ്നി കാണുവാണെങ്കിൽ ആ സമയത്ത് പ്രാർത്ഥിച്ച ഇവരത് ഈശോയുടെ സ്വരം പോലെ കേട്ട് ആ ടി വിയൊക്കെ എടുത്ത് വെച്ചിട്ട് അവിടെ ആ അഭിഷേകാഗ്നി സമയത്ത് മാത്രം അത് ഓണാക്കി ഹസ്ബൻഡ് അതിനുവേണ്ടി ഓടിപ്പാഞ്ഞ് വരും. എന്നിട്ട് ഇവരെല്ലാവരും കുട്ടികളെ എഴുന്നേപ്പിച്ച് എല്ലാവരും പാവിരിച്ച് ശരിക്കും അങ്ങോട്ട് വചനം കേട്ട്. വചനം കേൾക്കുന്ന സമയത്ത് അതിനൊരു മെൻറ്റാലിറ്റി വേണം. ഇപ്പോൾ വീട്ടിൽ ഇരുന്ന് വചനം കേൾക്കുന്നവരുണ്ട്, ഇവിടെ ഇരുന്ന് കേൾക്കുന്നവരുണ്ട്, പല അവസ്ഥയിരുന്ന് കേൾക്കുന്നവരുണ്ട്. ഒരു വചനം കേൾക്കാൻ ഒരു മെൻറ്റാലിറ്റി ഉണ്ട്, അതാണ് ഹൃദയത്തുറവി. ആ ഹൃദയത്തുറവിയോടും വലിയ ആത്മാർത്ഥതയോടും കൂടെ ഇവർ ഫാമിലി മുഴുവൻ ഇരുന്ന് വചനം കേട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു എന്നാണ് അവർ പറയണത്. ഹൃദയം നുറുങ്ങി അവർ പ്രാർത്ഥിച്ചു. അവർ ആ പ്രാർത്ഥിക്കാതെ അന്ന് തൊട്ട് ആ രോഗം നിന്ന് ഇപ്പോൾ ഇന്ന് വരെ 1 വർഷമായിട്ട് ഇത് വരില്ല അല്ലേ? ഇപ്പോൾ 2 വർഷമായി. ഈ 2 വർഷമായിട്ട് പിന്നെ ആ രോഗം ആ അലർജി വരാനിട്ടിട്ട് എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും സന്തോഷമാണ് കുട്ടികളെ? ഹലോ, ഫൈൻ, ഗുഡ്, എല്ലാം ഓക്കെ ആയിരിക്കും അല്ലേ? ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ? നിങ്ങൾ 2 വാക്ക് പറയണോ? വേണ്ട, ഒരു ചെറിയ കുട്ടികളല്ലേ. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ ഉണ്ട്. ഞങ്ങൾ ഹസ്ബൻഡ് സൗദിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ കമ്പനിയൊക്കെ വളരെ ഡള്ളായി ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങൾ അവിടുന്ന് തീർത്ത് പോരാം എന്നുള്ള ഒരു വിചാരത്തിൽ ഇരുന്നപ്പോൾ തന്നെ അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ ബഹ്റിനിൽ എൻ്റെ ചേച്ചിയൊക്കെ ഉണ്ട്, ബഹ്റിനിൽ പോയൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം എന്ന് പറഞ്ഞ് അവിടുന്ന് ലീവ് എടുത്ത് ബഹ്റിനിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അപ്പോഴും എൻ്റെ ഒരു ഫ്രണ്ട് സിമി സിറിൽ എന്ന് പറയും, പുള്ളിക്കാരത്തി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ചേച്ചി ഈ യേശുനാമത്തിൻ്റെ ശക്തി എൻ്റെ കൈ കൊണ്ടു തന്നിട്ട് പറഞ്ഞു, ചേച്ചി എൻ്റെ ഈ 1 ഉള്ളൂ, ചേച്ചി ഇത് ബാബുചേട്ടൻ വരുന്നിടം വരെ ചേച്ചിയുടെ വീട്ടിൽ വെച്ചോ, ആ ഇൻ്റർവ്യൂവിന് പാസ്സായിട്ടേ വരുള്ളൂ, ചേച്ചി ഇതിൻ്റെ അകത്തെ പ്രാർത്ഥന നന്നായിട്ട് പ്രാർത്ഥിച്ചോ, ഉറപ്പായിട്ട് ചേട്ടന് ഇൻ്റർവ്യൂ പാസ്സായി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മെസ്സേജ് പറയുമോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഞങ്ങളുടെ അവിടെ ചെറിയ ചെറിയ പ്രെയർ ഗ്രൂപ്പുകളുണ്ട്, അവിടെ ഞങ്ങൾ പോകാറുണ്ട് ഫ്രൈഡേയിൽ. അപ്പോൾ ഞാൻ എന്തോർത്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല ഇപ്പോഴും. ഞാൻ പറഞ്ഞു, യേശുനാമത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ഞാനൊരു ഷോർട്ട് മെസ്സേജ് ഞാൻ എൻ്റെ പ്രെയറിൽ പറഞ്ഞോളാം, ബാബുവിന് അവിടെ ജോലി ഇൻ്റർവ്യൂ പാസ്സാവുകയാണ്, ഈ യേശുനാമത്തിൻ്റെ ശക്തി 50 പുസ്തകം ഞാൻ എല്ലാവർക്കും കൊടുത്ത് അത് പ്രചരിപ്പിച്ചോളാമെന്നും പറഞ്ഞു, വാക്ക് പറഞ്ഞു, പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ആ ഇൻ്റർവ്യൂവിന് അവിടെ ബാബുവിന് സെലക്ഷൻ കിട്ടി. ഞങ്ങൾ തിരിച്ചിവിടെ വന്നു കഴിഞ്ഞിട്ട് ഏപ്രിൽ തന്നെ ഹസ്ബൻഡ് അവിടെ പോയി ജോയിൻ ചെയ്യുകയും ചെയ്തു. നല്ലൊരു ജോലിയിലേക്ക് ഈശോ വഴി തുറന്നു കൊടുത്തങ്ങ് അനുഗ്രഹിച്ചു. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടെ എല്ലാവരും പറയണത് അടുത്തൊരാള് ഇവർക്ക് വിശ്വാസം പറഞ്ഞു കൊടുത്ത് ഇവരൊരു ക്രൈസിസിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഇവരാകെ പതറി പല പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് വിശ്വാസവും കൃപയുണ്ടായിരുന്ന മറ്റുള്ളവർ സംസാരിക്കാൻ തുടങ്ങി. ഫ്രണ്ട്സ് സംസാരിച്ചു, വീട്ടുകാർ സംസാരിച്ചു. അങ്ങനെ ആ സമയത്താണ് പരിശുദ്ധാത്മാവ് ഇവർക്ക് കൃപയുടെ വഴികൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൽ മനസ്സിലാക്കണം, നിങ്ങളിങ്ങനെ കൃപയുണ്ടെങ്കിൽ മിണ്ടാതിരിക്കരുത്. നിങ്ങളുടെ അടുത്തൊരു വീട്ടിൽ പ്രശ്നം വരുമ്പോൾ, നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു പ്രശ്നം, നിങ്ങൾ നല്ല കൃപയുടെ കാര്യങ്ങൾ സംസാരിക്കണം, വിശ്വാസത്തിൻ്റെ കാര്യങ്ങൾ പറയണം, നിങ്ങൾക്ക് അനുഭവമുള്ള കാര്യങ്ങൾ പറയണം. അപ്പോൾ ആ വാക്കിലൂടെ പരിശുദ്ധാത്മാവ് ആ കുടുംബങ്ങളെ ദൈവാനുഭവത്തിലേക്കും വിശ്വാസത്തിലേക്കും ആനയിക്കും. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി നന്നായി കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം.
ആമേൻ ആമേൻ യേശുനാഥാ ആമേൻ ആമേൻ ദൈവപുത്ര ആമേൻ ആമേൻ സർവശക്താ നിത്യപിതാവേ ശക്തിയോടെ കൈയടിച്ച് ആമേൻ ആമേൻ യേശുനാഥാ ആമേൻ ആമേൻ ദൈവപുത്ര ആമേൻ ആമേൻ സർവശക്താ നിത്യപിതാവേ നിത്യപിതാവേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കെല്ലാവർക്കും വേഗം ചാടി എഴുന്നേറ്റ് വളരെ സന്തോഷത്തോടെ ഉത്ഥാനം ചെയ്ത യേശുവിനെ നമുക്ക് ആരാധിക്കാം. ഈ ഒരു കുടുംബം പറഞ്ഞ അനുഭവം എത്രയോ വലുതാണ്. അവരുടെ ഭവനത്തിലേക്ക് ഉത്ഥാനം ചെയ്ത യേശു കടന്നു ചെന്നു. ആ കുടുംബം വലിയ സന്തോഷം അനുഭവിക്കാനിട വന്നു. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. ഉത്ഥാനം ചെയ്ത യേശുവേ, എനിക്ക് വേണ്ടി മരിച്ചുയർത്തവനെ, എനിക്ക് വേണ്ടി ഉത്ഥാനം ചെയ്ത യേശുവേ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു. മകനെ മകളെ, നീ എവിടെയാണ് നിൽക്കുന്നത് അവിടെ നിന്ന് ഇപ്പോൾ ഈ കൂട്ടായ്മയോട് ചേരുക. ലക്ഷോപലക്ഷം കുടുംബങ്ങൾ ഒരുമിച്ച് ആരാധിക്കുന്ന സമയമാണിത്. ഉത്ഥിതനായ യേശുവിനെ ആരാധിക്കുന്നു. ഉത്ഥിതനായ യേശുവിനെ ധ്യാനിക്കുക. ഉത്ഥാനം ചെയ്ത യേശുവിനെ കാണുക. കൈകൾ ഉയർത്തുന്നു, ഉച്ചത്തിൽ ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, ആരാധന ആരാധന ആരാധന. ജീസസ് ജീസസ് ജീസസ്. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. രാജാവേ, ഉദ്ധാനം ചെയ്തവനെ ഈ രാത്രി അങ്ങ് ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. കരങ്ങളടിച്ച് ആരാധിക്കുന്നു. ചെയ്തവനെ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഉദ്ധാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവേ, ഇപ്പോൾ ഭവനങ്ങളെ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. ഇപ്പോൾ ഓരോ മകനെയും മകളെയും സ്പർശിക്കണമേ. പരിശുദ്ധ സ്നേഹം കൊണ്ട് നിറയട്ടെ. എല്ലാ ദുഃഖഭാരങ്ങളും കഴുകപ്പെടട്ടെ. പാപമാലിന്യങ്ങൾ കഴുകപ്പെടട്ടെ. ദൈവസ്നേഹം നിറയട്ടെ. അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. മനസ്സിൻഭാരം നീക്കിടേണ്, ആത്മശക്തി നൽകിടേണ്. ഉദ്ധാനത്തിൻ അത്ഭുത ശക്തി എന്നിൽ നിറയ്ക്കണേ. മനസ്സിൻഭാരം നീക്കിടേണ്, ആത്മശക്തി നൽകിടേണ്. ഉദ്ധാനത്തിൻ അത്ഭുത ശക്തി എന്നിൽ നിറയ്ക്കണേ. രണ്ട് കരങ്ങൾ ഉയർത്തി ചെയ്തവനെ ഉച്ചത്തിൽ വിളിക്കുന്നു. യേശുവേ, മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഉദ്ധാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു. എനിക്ക് വേണ്ടി മരിച്ചുയർത്തെഴുന്ന യേശുവേ, മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഉദ്ധാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ കർത്താവേ. ഇപ്പോൾ കൃപ ചൊരിയണമേ കർത്താവേ. സമാധാനം നിറയ്ക്കണമേ കർത്താവേ. സന്തോഷം നൽകണമേ കർത്താവേ. അന്ധകാരങ്ങൾ തകരട്ടെ കർത്താവേ. പ്രത്യാശ നിറയട്ടെ കർത്താവേ. ഉണർവ് നിറയട്ടെ കർത്താവേ. സ്നേഹം നിറയട്ടെ കർത്താവേ. ഹല്ലേലൂയ. ആരാധന 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 ആരാധന. അഭിഷേകങ്ങൾ ചൊരിഞ്ഞിടേ, ഉദ്ധാനത്തിൻ അത്ഭുത ശക്തി എന്നിൽ നിറയ്ക്കണേ. ദൈവസ്നേഹം നിറച്ചിടേണ്, അഭിഷേകങ്ങൾ ചൊരിഞ്ഞിടേ. ഉദ്ധാനത്തിൻ അത്ഭുത ശക്തി എന്നിൽ നിറയ്ക്കണേ. ഉദ്ധാനം ചെയ്തവനെ ഇപ്പോൾ ഇടപെടണമേ കർത്താവേ. ഞങ്ങൾ ആരാധിക്കുന്നു. വലിയ സന്തോഷത്തോടെ യേശുവേ, മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവേ, ആരാധന 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 ആരാധന. ഉദ്ധാനം ചെയ്തവനെ ജീസസ് ജീസസ്. ആരാധിക്കുന്നു. വേഗത്തിൽ വേഗത്തിൽ. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. ശക്തിയോടെ കൈയടിച്ച് വേഗത്തിൽ വേഗത്തിൽ കൈയടിച്ച്. ഉദ്ധാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധന 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 ആരാധന. മരണത്തെ ജയിച്ചവനെ
ആരാധിക്കുന്നു. അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവരും ഓരോരോ സീറ്റുകളിലേക്ക് ഇരിക്കുന്നു. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് വിശ്വാസികൾ പറയുന്ന വലിയൊരു ആപ്തവാക്യമുണ്ട്. ദൈവവചനമാണ്. യേശു ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ മറുപടി, യേശു സത്യമായും ഉയർത്തെഴുന്നേറ്റു. അച്ഛൻ ആദ്യം പറയും, നിങ്ങൾ മറുപടി പറയണം. യേശു ഉയർത്തെഴുന്നേറ്റു. യേശു സത്യമായും ഉയർത്തെഴുന്നേറ്റു. യേശു ഉയർത്തെഴുന്നേറ്റു. യേശു സത്യമായും ഉയർത്തെഴുന്നേറ്റു. എല്ലാവരും ചേർന്ന് ഉറക്കെ പറയണം. യേശു ഉയർത്തെഴുന്നേറ്റു. യേശു സത്യമായും ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 28-ാമത്തെ അധ്യായമാണ് യേശുവിൻ്റെ ഉത്ഥാനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ദൈവവചന ഭാഗം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം. അതിൽ 9-ാമത്തെ വാക്യം എന്നെ വളരെ സ്പർശിച്ചിട്ടുള്ള ഒരു വാക്യമാണ്. മാത്യു 28:9. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: അപ്പോൾ യേശു എതിരെ വന്ന് അവരെ അഭിവാദനം ചെയ്തു. അവർ അവനെ സമീപിച്ച് പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് ആരാധിച്ചു. യേശു അവരോട് പറഞ്ഞു, ഭയപ്പെടണ്ട. യേശു എതിരെ വന്ന് അവരെ അഭിവാദനം ചെയ്തു. ഉത്ഥാനം ചെയ്ത യേശു നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നവനാണ്. യേശു നമ്മുടെ ഭവനങ്ങളിലേക്ക് വരും. നമ്മുടെ കൂടെ അവൻ നടക്കും. നമ്മുടെ കൂടെ അവൻ ഇരിക്കും. നമ്മുടെ ഓരോ ഹൃദയവേദനകളും അവൻ മനസ്സിലാക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു എതിരെ വന്ന് അവരെ അഭിവാദനം ചെയ്തു. സംസാരിക്കുന്ന യേശു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ശിഷ്യന്മാർ എന്തു ചെയ്തു? അവർ അവനെ അടുത്ത് ചെന്ന് പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് ആരാധിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഉത്ഥാനം ചെയ്ത യേശുവിനെ ആരാധിക്കണം. ഉത്ഥാനം ചെയ്ത യേശുവിനെ ആരാധിക്കുന്നിടത്ത് യേശു ക്രിസ്തുവിന് ശക്തി വെളിപ്പെടും. യേശുവിൻ്റെ സ്നേഹം വെളിപ്പെടും. യേശു ഇടപെടുന്ന അനുഭവങ്ങളുണ്ടാവും. ഞാൻ ഓർക്കുന്ന ഒരു സംഭവമുണ്ട്. ആ സംഭവം ഇങ്ങനെയാണ്. ഒരു ദിവസം ഒരു വലിയൊരു ദൈവവചന പ്രഘോഷകൻ പങ്കുവെച്ച സംഭവമാണ്. ഒരു കുടുംബം വചനം കേട്ടു. വചനം കേട്ടപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തെക്കുറിച്ചും അവൻ്റെ പാപപരിഹാര ബലിയെക്കുറിച്ചും അവൻ്റെ മരണ ഉത്ഥാനങ്ങളെക്കുറിച്ചും ആ വ്യക്തി കേട്ടു. ആ വ്യക്തി അന്ന് അവിടെ വെച്ച് തീരുമാനമെടുത്തു, എൻ്റെ ഹൃദയം ഞാൻ യേശുവിന് കൊടുക്കുകയാണ്. ഇന്ന് തൊട്ട് ഞാൻ മദ്യപാനം നിർത്തുന്നു. ഇന്ന് തൊട്ട് ഞാൻ എൻ്റെ ലഹരി വസ്തുക്കൾ ഉപേക്ഷിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ പാപം ചെയ്തു. ഇന്ന് വരെ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് നടന്നു. ഇന്ന് വരെ എൻ്റെ ശരീരം ഞാൻ ലഹരി വസ്തുക്കൾ വഴി അശുദ്ധമാക്കി. ഞാൻ എൻ്റെ ഹൃദയവും എൻ്റെ ജീവിതവും എൻ്റെ ശരീരവും എൻ്റെ കർത്താവായ യേശുവിന് കൊടുത്ത് ഞാൻ യേശുവിനെ ആരാധിക്കും. ഹൃദയം യേശുവിന് വേണ്ടി തുറന്നു കൊടുത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ദൈവപൈതൽ അമേരിക്കയിലാണ്. അദ്ദേഹം വീട്ടിൽ ചെന്ന് ആ കുടുംബത്തിലുണ്ടായിരുന്ന മദ്യക്കുപ്പികളെല്ലാം എടുത്ത് അദ്ദേഹം പൊട്ടിച്ച് വാഷ് ബേസിൽ ഒഴിച്ച് അദ്ദേഹം നശിപ്പിച്ച് കളഞ്ഞു. കുടുംബത്തിൽ നിന്ന് മദ്യം പൂർണ്ണമായി ഒഴിവാക്കി. അദ്ദേഹം ഹൃദയ യേശുവിന് കൊടുത്ത് യേശുവിനെ ആരാധിക്കുക, ഉത്ഥാനം ചെയ്ത് യേശുവിനെ ആരാധിക്കുന്ന ദൈവപൈതൽ ജീവിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ കുടുംബത്തിൽ ആ ചേട്ടൻ്റെ കുട്ടിയുടെ ആദ്യ കുർബാന സ്വീകരണം വന്നു. ആദ്യ കുർബാന സ്വീകരണത്തിൽ ഒത്തിരി പേരെ ക്ഷണിച്ചിട്ടുണ്ട്. അങ്ങനെ അവരെല്ലാം വന്നപ്പോൾ ആദ്യം തന്നെ പറഞ്ഞു, ഇത് മദ്യവിമുക്തമായ ഒരു കുടുംബമാണ്. ഞാൻ എൻ്റെ ഹൃദയം യേശുവിന് സമർപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മറ്റ് ഡ്രിങ്ക്സ് എല്ലാം കൊടുത്തു, അല്ലെങ്കിൽ മറ്റ് പാനീയങ്ങളെല്ലാം കൊടുത്ത് അങ്ങനെ ഭക്ഷണം
ഭക്ഷണവും വിരുന്നെല്ലാം തയ്യാറാക്കി. എന്നാൽ കുറേ പേര് എന്തെങ്കിലും ചെറുതൊക്കെ കഴിച്ച് അവർ കാര്യമായിട്ടൊന്നും കഴിക്കാതെ ലിക്കർ ഇല്ലാത്തത് കൊണ്ട് അവർ അവിടെ നിന്ന് വിട്ടുപോയി. അവിടുത്തെ ഒരു കൾച്ചറാണ് വരുന്നവർക്ക് മദ്യം കൊടുത്ത് സ്വീകരിക്കുക. അതൊന്നും ഇല്ലാത്തത് കൊണ്ട് അവർക്ക് കെറുവായി അവർ പലരും ഭക്ഷണമൊന്നും കഴിക്കാതെ ചിലരൊക്കെ പോയി. ഈ കുടുംബനാഥന് വളരെ വലിയ വിഷമ വേദനയായി. ഉറ്റ സ്നേഹിതർ പലരും ഭക്ഷണം കഴിക്കാതെ പോയപ്പോൾ വലിയ ഹൃദയവേദനയായി. ഹൃദയത്തിൽ കുത്തി ഇറക്കണ വേദനയുണ്ടായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാത്രി അദ്ദേഹം പറഞ്ഞു, യേശുവേ, ആരെല്ലാം ഉപേക്ഷിച്ചാലും ആരെല്ലാം എന്നെ വിട്ടുപോയാലും ഞാൻ എൻ്റെ ഹൃദയം അങ്ങേക്ക് തന്നതാണ്. ഇനി ഒരിക്കലും ഞാൻ തിരിച്ചു നടക്കില്ല. ഞാൻ എൻ്റെ ജീവിതം അങ്ങേക്ക് തരുന്നു. ഞാൻ അങ്ങയെ മാത്രം സ്നേഹിക്കും. ഞാൻ അങ്ങയെ ആരാധിക്കും. ലോകത്തിൻ്റെ കൂട്ടുകെട്ട് സാരമില്ല, ആ സഹനവും ഞാൻ ഏറ്റെടുത്ത് കാഴ്ചവെക്കുകയാണ്. അന്ന് രാത്രി അദ്ദേഹം പ്രാർത്ഥിച്ച് കടന്നുറങ്ങി. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ ആ കുടുംബത്തിനൊരു അത്ഭുതം ഉണ്ടായി. പ്രിയപ്പെട്ട ദൈവമക്കളെ, എക്സിമ ബാധിച്ച് എന്ന് ഭയങ്കരമായ ബുദ്ധിമുട്ട്. ആ കുട്ടിക്ക് എത്ര നോക്കിയിട്ട് എക്സിമ എന്ന് സൗഖ്യം കിട്ടാത്തൊരു കുട്ടി ആ ഭവനത്തിലുണ്ടായിരുന്നു. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ എക്സിമ ബാധിച്ച ആ കുട്ടിയുടെ രോഗം സൗഖ്യപ്പെട്ടിരിക്കുന്ന ഒരു അത്ഭുതമാണ് ആ കുടുംബത്തിൽ കാണാൻ സാധിച്ചത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, പാപുപേക്ഷിച്ച് ഹൃദയം ദൈവത്തിന് കൊടുത്തപ്പോൾ ഉത്ഥാനം ചെയ്ത യേശു കുടുംബത്തിലേക്ക്, ആ കുടുംബത്തിൽ നിന്ന് സാത്താനെ ഒഴിവാക്കിയപ്പോൾ ഉത്ഥാനം ചെയ്ത യേശു ആ കുടുംബത്തിലേക്ക് കയറി വന്നു. എന്നുറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തൻ്റെ മാനസാന്തരം വഴി പാപം ഉപേക്ഷിച്ച് ഉത്ഥാനം ചെയ്ത യേശുവിനെ ആരാധിച്ചപ്പോൾ ഉത്ഥാനം ചെയ്ത യേശുവിൻ്റെ അത്ഭുത ശക്തി അവിടെ വെളിപ്പെട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ തന്നെ ഉത്ഥാനം ചെയ്ത യേശുവിൻ്റെ ശക്തി വെളിപ്പെടാൻ വേണ്ടി വിശുദ്ധ ലിഖിതം നമുക്ക് നൽകിയുള്ള മറ്റൊരു കാര്യമാണ് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 20-ാം വാക്യം. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അത്ഭുതങ്ങൾ കൊണ്ടും അടയാളങ്ങൾ കൊണ്ടും വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. ദൈവകൃപ പറയുക, യേശുവിനെ കുറിച്ച് പറയുക, ദൈവവചനം പറയുക. അവിടെ ഉത്ഥാനം ചെയ്ത യേശു കടന്നു വരും. അവിടെ ഉത്ഥാനം ചെയ്ത യേശു വ്യാപരിക്കും. യേശുവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകും. അത് ഞാനിവിടെ വന്നിട്ടുണ്ട് എന്ന് അറിയിച്ചുകൊണ്ട് അടയാളങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും അവൻ വചനത്തെ സ്ഥിരീകരിക്കും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇന്ന് നമ്മൾ കേട്ട സാക്ഷ്യം. ആ 2 കുട്ടികളുടെ രോഗബാധ നിങ്ങളൊന്ന് ചിന്തിച്ച്, എത്ര കഠിനമായ അവസ്ഥയായിരുന്നു. എത്രമാത്രം അവർ ചികിത്സിച്ചു, എത്ര ഡോക്ടർമാരെ കണ്ടു, എത്രമാത്രം മാർഗങ്ങൾ അവർ അവലംബിച്ചു. ഒരു വിധത്തിൽ അവർക്ക് സൗഖ്യമോ സമാധാനമോ കിട്ടാതിരിക്കുമ്പോൾ അവർ അയൽവക്കത്തെ സ്നേഹിതർ പറഞ്ഞു, നിങ്ങൾ അഭിഷേകത്തിന് കാണുക, നിങ്ങൾ വചനം കേൾക്കുക, യേശുവിനെ വിളിക്കുക, ആരാധനയിൽ കൂടുക. ആ കുടുംബം അത് സ്വീകരിച്ചു. അവർ വചനപ്രഘോഷണം നടക്കുമ്പോൾ അവർ കസരകളിൽ നിന്ന് എഴുന്നേറ്റ് നിലത്ത് പാവിരിച്ച് നിലത്തിരുന്ന് അവർ കർത്താവിൻ്റെ വചനം ഹൃദയം നുറുങ്ങി കേട്ടു. അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. ഉത്ഥാനം ചെയ്ത യേശു ആ ഭവനത്തിലേക്ക് പ്രവേശിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ അയൽക്കാരും സ്നേഹിതരും പറഞ്ഞ വാക്കുകളെ അത്ഭുതങ്ങൾ കൊണ്ടും അടയാളങ്ങൾ കൊണ്ടും സ്ഥിരീകരിച്ച് അവരുടെ മധ്യത്തിൽ യേശു സഞ്ചരിച്ചതിൻ്റെ അനുഭവമല്ലേ അവർ നമ്മളോട് സംസാരിച്ചത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് 2000 വർഷം മുമ്പ് നടന്ന കാര്യം, അല്ലെങ്കിൽ വല്ലപ്പോഴൊക്കെ നടക്കുന്ന കാര്യം അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. യേശു നൽകിയൊരു വാഗ്ദാനമുണ്ട്. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു, ഞാൻ നിങ്ങളോട് കൂടെ ഇരുന്ന്, ഞാൻ നിങ്ങളോട് കൂടെ നടന്ന്, ഞാൻ ഇങ്ങനെ പ്രവർത്തിക്കും. ഈശോ വാഗ്ദാനം നൽകിയിട്ടുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 28-ാം അധ്യായത്തിൽ 18 മുതൽ 20 വരെയുള്ള തിരുലിഖിതങ്ങൾ, മാത്യു 28:18-20. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. മാത്യു 28:20 അതാണ് എന്നെ സ്പർശിക്കുന്നത്. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. അതേ സഹോദരങ്ങളെ, ഉത്ഥാനം ചെയ്ത യേശു എന്നും നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നവനാണ്. വിശ്വാസികൾ ഭാഗ്യപ്പെട്ടവർ, ക്രിസ്തീയ ജനത ഭാഗ്യമുള്ള ജനത. കാരണം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വിശ്വാസികളുടെ കൂടെ, വിശ്വസിക്കുന്നവരോട് കൂടെ യുഗാന്തം വരെ എന്നും സഞ്ചരിക്കുന്നവനാണ് യേശു. അടയാളങ്ങൾ കൊണ്ടും അത്ഭുതങ്ങൾ കൊണ്ടും വാക്കുകളെയും വചനങ്ങളെയും ശുശ്രൂഷകളെയും സ്ഥിരീകരിക്കുന്നവനാണ് യേശു. അവൻ്റെ സാന്നിധ്യത്തെ അവൻ സ്ഥിരീകരിക്കുന്നു, അവൻ വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ കുർബാനയുടെ ആരാധനയിൽ നമുക്ക് ഉത്ഥാനം ചെയ്ത യേശുവിനെ ഹൃദയം തുറന്ന് ആരാധിക്കാം.
ഉയർത്തെഴുന്നേറ്റ കർത്താവ് പരിശുദ്ധ ദിവ്യകാരുണ്യ രൂപനായി നമ്മുടെ മധ്യേ ഈ സമയം വളരെ പ്രകടമായ അത്ഭുതങ്ങളിലൂടെ അവിടുന്ന് തൻ്റെ സാന്നിധ്യത്തെ സ്ഥിരീകരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, എത്രമാത്രം കരങ്ങൾ ഉയർത്തി എത്രമാത്രം വിശ്വാസത്തോടെ യേശുവിനെ വിളിക്കാം, അത്രയും വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ ഈ സമയം യേശുവിനെ വിളിക്കുക. ഈ സമയം യേശു ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്ന ഓരോ മകൻ്റെയും മകളുടെ മേൽ സ്വർഗം യേശുവിനെ മഹത്വപ്പെടുത്താൻ വേണ്ടി അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ ഈ കൃപ വർഷിച്ച് അനുഗ്രഹിക്കുന്നു. കരങ്ങൾ ഉയർത്തുന്നു, ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഉദ്ധാനം ചെയ്ത യേശുവിനെ ഉച്ചത്തിൽ വിളിക്കുന്നു. യേശുവേ, എനിക്ക് വേണ്ടി മരിച്ചു ഉയർത്തവനെ,